അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ അടുത്ത എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ത് കണ്ടുപിടിക്കണം? ഈ തന്നിരിക്കുന്ന ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 51, 52, 53 എക്സെട്ര അപ് ടു 70 വരെയുള്ള ആ സീക്വൻസിലെ 70 വരെയുള്ള ടേംസിൻ്റെ സമ്മ്, അതായത് 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര അപ് ടു 70 വരെയുള്ള സമ്മ്. ഇത്രയും ടേംസ് കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് നോക്കുന്നത്. ഞാൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യനിൽ ഇത് നാച്ചുറൽ നമ്പർ സീരീസ് അല്ലേ? പക്ഷേ നമുക്ക് നാച്ചുറൽ നമ്പർ സീരീസിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതാണ്: നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ പഠിച്ചിരിക്കുന്ന സമ്മിൻ്റെ ഇക്വേഷൻ ഇതല്ലേ? എസ് എൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? എൻ ഇൻറ്റു n+1/2. അതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്താണ് കാര്യം? നമ്മൾ പറഞ്ഞിരുന്നു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ n ഇൻറ്റു n+1/2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഫ്രം 1 സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. ഇവിടെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണോ? 49 വരെയുള്ള 50 വരെയുള്ള നമ്പേഴ്സ് ഇല്ല. 51 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യാനായിട്ട് പറ്റാത്തത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോർമലി നമുക്കറിയാവുന്ന ഇക്വേഷനിൽ തന്നെ ചെയ്യണം. രണ്ട് ഇക്വേഷൻസ് നമുക്ക് വേറെ അറിയാം. ഏതൊക്കെയായിരുന്നു ആ രണ്ട് ഇക്വേഷൻസ്? എസ് എന്നിന് നമുക്കറിയാവുന്ന സമ്മിനുള്ള ഇക്വേഷൻസ് എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി. അതൊരു ഇക്വേഷൻ അല്ലേ. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് എൻ ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. എന്ത്? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, രണ്ട് ഇക്വേഷനിൽ കൊടുത്ത് നമുക്കിവിടെ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? എഫും വേണം, ഡിയും വേണം. രണ്ട് നമുക്കില്ലേ? 51, 52, 53. ഇതാണ് നമ്മുടെ സീക്വൻസ്. അതിൽ ഫസ്റ്റ് ടേം 51 ആണെന്നും കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 1 ആണ്. നാച്ചുറൽ നമ്പർ സീരീസ് ആണ്, അപ്പോൾ 1 ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് എസ് എന്നിൻ്റെ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്തത് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതിൽ കൊടുത്തും ചെയ്യാം. ഫസ്റ്റ് ടേം 51 ആണെന്നും ലാസ്റ്റ് ടേം 70 ആണെന്നും നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഏതിൽ കൊടുത്തും നമുക്ക് ചെയ്യാം. പക്ഷേ ഏതിൽ ചെയ്താലും ആര് വേണം നമുക്ക്? എന്നിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. എന്നത് രണ്ടിടത്തും ഉണ്ട്. ഏത് ഇക്വേഷനിൽ കൊടുത്താലും നമ്പർ ഓഫ് ടേംസ് വേണം. എത്ര ടേംസ് അവിടെ ഉണ്ട്, എത്ര ടേംസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ആണല്ലോ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് എന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ സീക്വൻസ് ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സീക്വൻസ് ഇതാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സീക്വൻസ് ഇതാണ്: 51 പ്ലസ് 52 പ്ലസ് എക്സെട്ര അപ് ടു 70. 51 തൊട്ട് 70 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാനുള്ള, അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നാച്ചുറൽ നമ്പർ സീരീസ് ആയതുകൊണ്ട് മനക്കണക്കായിട്ട് നമുക്ക് എത്ര എൻ ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യും? 51 തൊട്ട് 60 വരെ ആകുമ്പോൾ എത്ര ടേംസ് കാണും? 51 തൊട്ട് 60 വരെ 10 ടേംസ് കാണും. അതുപോലെ 61 തൊട്ട് 70 വരെയും 10 ടേംസ് കാണും. മൊത്തം എൻ എത്ര കാണും? 20 ആണ്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയാം. ഇനി അറിയത്തില്ല, എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ എൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷനാണ്. എൻ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിരുന്നില്ലേ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ ഡി പ്ലസ് 1 ഈക്വൽ ടു ലാസ്റ്റ് ടേം എത്രയാണ് ഇവിടെ? ലാസ്റ്റ് ടേം ഇവിടെ 70 ആണ്. 70 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 51 ആണ്. അപ്പോൾ 51 ബൈ ഡി എത്രയാണ്? 1 ആണ്. പ്ലസ് 1. ഓക്കെ, ഇക്വേഷനിൽ പ്ലസ് 1 എഴുതാൻ മറക്കരുത്, അത് വേണം. അപ്പോൾ 70 മൈനസ് 51, 70 മൈനസ് 51 എത്ര കിട്ടും? 19 എന്ന് കിട്ടും, അല്ലേ? 70 മൈനസ് 51 എത്ര കിട്ടും? 19 എന്ന് കിട്ടും. 19 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എന്ന് കിട്ടി. 19 ബൈ 1 എത്രയാണ്? 19 ആണ്. പ്ലസ് 1, 19 പ്ലസ് 1 എത്രയാണ്? 20. അതല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചതന്നെ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? സമ്മ് കണ്ടുപിടിക്കണം, അല്ലേ? 51 തൊട്ട് 70 വരെയുള്ള സമ്മ് കണ്ടുപിടിക്കണം. നമുക്ക് എസ് എന്നിൻ്റെ ഏത് ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യാം? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിൽ തന്നെ കൊടുക്കട്ടെ, എഫ് പ്ലസ് എൽ. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. n/2 ദാറ്റ് ഈസ് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 51 പ്ലസ് ലാസ്റ്റ് ടേം 70. ഓക്കെ, എത്ര കിട്ടും? 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഇൻറ്റു
51 + 70 എത്ര കിട്ടും? 51 + 70 എന്ന് പറഞ്ഞാൽ 121 ആണ്. ആൻസർ എത്ര കിട്ടി? 10 × 121 എത്ര കിട്ടും? ഓക്കെ, 1210. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ? രണ്ടാമത് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. Sn = n/2 × ഇക്വേഷൻ എന്തായിരുന്നു? 2f + n - 1 × d. ഇതിൽ കൊടുത്ത് ചെയ്യാം. n എത്രയായിരുന്നു? 20. 20/2 × 2f. 2 × f എത്രയായിരുന്നു? ഫസ്റ്റ് ടേം 51 + n - 1 ദാറ്റ് ഈസ് 20 - 1 × d എത്രയായിരുന്നു? 1. വാല്യൂസ് എല്ലാം കൊടുത്തു. n എത്രയാണ്, f എത്രയാണ്, വീണ്ടും d കൊടുത്തു, d കൊടുത്തു. 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി ബ്രാക്കറ്റിനകത്ത് 2 × 51 എത്ര കിട്ടും? 102 എന്ന് കിട്ടും അല്ലേ? അടുത്തത് പ്ലസ് 20 - 1 എന്ന് പറഞ്ഞാൽ 19 ആണ്. 19 × 1 എന്ന് വരും, ദാറ്റ് ഈസ് 19 അല്ലേ? അപ്പോൾ പുറത്ത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് എത്രയുണ്ട്? 10 ഉണ്ട്. 102 ഉം 10, 102ഉം 19ഉം കൂടെ ആഡ് ചെയ്യണം. എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 121 എന്ന് കിട്ടും. 1210. എങ്ങനെയാണ് 10 പറഞ്ഞ നമ്പേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ, അല്ലെങ്കിൽ 100 പറഞ്ഞ നമ്പേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെ? നമ്പറിൽ ആ 0 മാറ്റിയിട്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക, പിന്നെ ആ എക്സ്ട്രാ ഉള്ള ആ 0 എത്രയാണോ അത്രയും 0 ഇട്ട് കൊടുക്കുക. രണ്ടിനും ഒരേ വാല്യൂ അല്ലേ വന്നേ? ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 2 ഇക്വേഷനിൽ കൊടുത്തും ചെയ്തിട്ടുണ്ട്. എന്നെ എങ്ങനെ കണ്ടുപിടിക്കുക, എന്നെ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 1 1/2, 2 1/2, എക്സെട്ര അപ് ടു 12 1/2. ഇവിടെ എത്ര ടേംസ് വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മനസ്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. എത്ര ടേംസ് വരും? 1 1/2, 2 1/2, 3 1/2 അപ് ടു 12 1/2. 1.5, 2.5, 3.5, 4.5, 5.5 അങ്ങനെ ഏത് വരെ ഉണ്ട്? 12.5 വരെ ഉണ്ട്. അങ്ങനെ എത്ര ടേംസ് കാണും? 12.5 വരെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എത്ര ടേംസ് കാണും? 12 ടേംസ് കാണും. അവിടുത്തെ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ സീക്വൻസ്. ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സീക്വൻസ് ഇതാണ്. 1 1/2, 1.5, 2.5, 3.5, എക്സെട്ര അപ് ടു 12.5. ഇതല്ലേ സീക്വൻസ്? ഫസ്റ്റ് ടേം 1.5 ലാസ്റ്റ് ടേം 12.5. അപ്പോൾ നമുക്ക് n കണ്ടുപിടിക്കണം ആദ്യം. n = എങ്ങനെയാണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d + 1. ഓരോ പ്രാവശ്യം ഇക്വേഷൻ എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ ഇക്വേഷൻ അത്രയും ബൈ ഹാർട്ട് ആവും. = ലാസ്റ്റ് ടേം 12.5 അല്ലേ? 12 1/2 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 1 1/2 ഡിവൈഡഡ് ബൈ d. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1.5. അടുത്തത് 2.5. എത്ര കൂടിപ്പോയി? 1 കൂടിയാണ് പോകുന്നത്. കോമൺ ഡിഫറൻസ് 1 ആണ് അല്ലേ? 1.5യുടെ കൂടെ 1 കൂട്ടുമ്പോൾ 2.5 ആവും. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണ്, പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൈനസ് ചെയ്യാം. 12.5ൽ നിന്ന് 1.5 കുറയ്ക്കണം. നമുക്ക് സെപ്പറേറ്റ് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും ഒന്ന് പറയാം. 12.5ൽ നിന്ന് 1.5 മൈനസ് ചെയ്യണം. 12.5ൽ നിന്ന് ഈ അര മൈനസ് ചെയ്താൽ എത്ര പോവും? ഈ അര മൈനസ് ചെയ്താൽ എത്ര പോവും? അര അങ്ങ് പോയി. രണ്ടിടത്തു നിന്നും അര മൈനസ് ചെയ്ത് അര അങ്ങ് പോയി. ബാക്കി 12 - 1 ആണുള്ളത്. 12ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 11. ഓക്കെ, 11/1 + 1 അല്ലേ? = എത്ര കിട്ടും? 11/1 എന്ന് പറഞ്ഞാൽ 11 ആണ്, പ്ലസ് 1. 11 + 1 എന്ന് കിട്ടി. 11 + 1 = 12. 12 ടേംസ് എന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ? ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? സമ്മ് കണ്ടുപിടിക്കണം. സമ്മിനുള്ള ഇക്വേഷൻ ഏതാണ്? Sn = എളുപ്പമുള്ള ഇക്വേഷനിൽ ചെയ്യാം. ഏതാണ് എളുപ്പമുള്ള ഇക്വേഷൻ? n/2 × ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ ആ ഇക്വേഷനിൽ തന്നെ ചെയ്യാം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം n/2 × ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 1.5 പ്ലസ് ലാസ്റ്റ് ടേം എത്രയാണോ? 12.5 നമ്മൾ എന്നിൻ്റെ വാല്യൂ കൊടുത്തില്ല. എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? എന്നിൻ്റെ വാല്യൂ 12. 12/2 എന്ന് വരും. 12/2 എത്രയാണ്? 6 ആണ്. 6 × 1.5യും 12.5യും കൂടെ കൂട്ടണം. നോക്കാം. 1.5യും 12.5യും കൂട്ടണം.
ഓക്കെ, 1ഉം 12ഉം കൂട്ടിയാൽ 13 അല്ലേ? ഇനിയുള്ള അരയും കൂട്ടി എത്ര കിട്ടും? 1 കിട്ടും. 13 1 എത്രയാണ്? 14. 6 × 14 എന്ന് വരും. 6 × 14 എത്രയാ ചെയ്ത് നോക്കണം? 6 × 14 എത്ര വരും? 24 വരും. 84 എന്ന് വരും. ഓക്കെ, 84 എന്ന് വരില്ലേ? അപ്പോൾ സമ്മ് കിട്ടി 84. അറിയാലോ, ഫ്രാക്ഷൻ ആണെങ്കിലും വലിയ പാടില്ല. നമ്മളിപ്പോൾ ഈ 12.5 1.5 ഇതൊക്കെ ഉള്ളത് നമ്മൾ ശരിക്കും മിക്സഡ് ഫ്രാക്ഷൻ ഒരു വലിയ ഫ്രാക്ഷനായിട്ടൊക്കെ വിചാരിച്ച് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അര, കാല്, മുക്കാലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കണം. അരയും കാലും മുക്കാലും നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ്. എങ്ങനെ? ക്ലോക്കിൽ നമ്മൾ സമയം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡൗട്ടൊന്നുമില്ല, എല്ലാവരും ചെയ്ത് നോക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അര, 1, 1.5, 2, 2.5, 3 അല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞത് പോകുമ്പോൾ തന്നെ അടുത്ത ടേം ഏതാണെന്ന് മനസ്സിലാവും. അര, അടുത്തത് 1, അടുത്തത് 1.5, പിന്നെ 2, 2.5. അപ്പോൾ എങ്ങനെയാണ് കൂടി പോകുന്നത്? എത്ര വെച്ച് കൂടി പോകുന്നു? അര വെച്ച് കൂടി പോകുന്നു. അരയും കൂട്ടുമ്പോൾ അല്ലേ 1 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്ര കൂടി? അര കൂടി. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, അര കൂടി. ആ 1ൻ്റെ കൂടെ അര കൂട്ടിയപ്പോൾ അല്ലേ 1.5 ആയത്. ആ 1.5യുടെ കൂടെ അര കൂട്ടിയപ്പോൾ അല്ലേ 2 ആയത്. അപ്പോൾ അര കൂടി പോകുന്നു അല്ലേ? അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എഴുതാം. n കണ്ടുപിടിക്കണം, പിന്നെ സമ്മ് കണ്ടുപിടിക്കണം. n കണ്ടുപിടിച്ച് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ n ആണ് കണ്ടുപിടിക്കാനുള്ളത്. n-ൻ്റെ ഇക്വേഷൻ പറ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d + 1 അല്ലേ? അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്തായിരുന്നു? അര, 1, 1.5 പ്ലസ് എക്സെട്ര അപ് ടു 12.5 അല്ലേ? അപ്പോൾ ചെയ്യാം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 12.5 12.5 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അരയാണ്, ഹാഫാണ്, ബൈ ഡി എത്ര വെച്ച് കൂടി പോകുന്നു? അര വെച്ച് കൂടി പോകുന്നു, +1 ഇല്ലേ? ഓക്കെ, 12.5 മൈനസ് അര ബൈ അര +1 എന്ന് കിട്ടി. 12.5 അര കുറച്ച് എത്ര? എളുപ്പമാണ്. 12.5 അര പോയി കഴിഞ്ഞാൽ ബാക്കി 12 ഉള്ളൂ. 12 ഡിവൈഡഡ് ബൈ ദാറ്റ് ഹാഫ് +1 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാനും ഇൻറ്റു ചെയ്യാനും നമ്മൾ വീഡിയോസിന് ചെയ്യും, ഷോർട്ട് വീഡിയോസ് ചെയ്യും. ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ കാണും, ന്യൂമറേറ്റർ കാണും, അതിന് ഡിനോമിനേറ്റർ കാണും അല്ലേ? മുകളിലുള്ള നമ്പറാണ്, മുകളിലുള്ള ഫ്രാക്ഷനാണ്. ആ ഫ്രാക്ഷനെ വേറൊരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ആയിരിക്കുമല്ലേ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത് താഴെയുള്ള ഈ ഫ്രാക്ഷനില്ലേ, ഈ ഫ്രാക്ഷനെ എന്ത് ചെയ്യുക? താഴെയുള്ള ഫ്രാക്ഷനെ റെസിപ്രോക്കൽ കൊണ്ട്, വ്യുൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അത് കളറൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, കളറൊന്ന് മാറ്റി എഴുതരാം. താഴെയുള്ള ഫ്രാക്ഷനാണ് ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ഫ്രാക്ഷന് വേറെ മാറ്റമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതുപോലെ തന്നെ എഴുതും. ന്യൂമറേറ്റർ എന്നും ഡിനോമിനേറ്റർ എന്നും എഴുതി. മുകളിലുള്ള ഫ്രാക്ഷൻ നമ്പേഴ്സ് ഏതാണോ അതുപോലെ എഴുതിയിട്ട് താഴെയുള്ള ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ, വ്യുൽക്രമം എടുക്കുന്നു. എന്താ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? നമ്പറിനെ തിരിച്ചിടും. അതായത് ന്യൂമറേറ്റർ താഴെയും പോവും, ഡിനോമിനേറ്റർ മുകളിലും വരും. നമ്പറിന് 3/4 ആണെങ്കിൽ 4/3 എന്ന് എഴുതും. നമ്പറിനെ തിരിച്ചെഴുതും. ഓക്കെ, എന്നിട്ടിപ്പോൾ നോക്കിയാൽ ഇൻറ്റു ചെയ്യാനായി. ഇവിടെ ഇപ്പോൾ ഡിവൈഡ് ചെയ്യാനില്ല. ഫ്രാക്ഷൻസ് ഇൻറ്റു ചെയ്യാൻ അതിനേക്കാളും എളുപ്പമാണ്. മുകളിലുള്ള നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുക, താഴെയുള്ള നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തെഴുതുക. മുകളിലുള്ള നമ്പേഴ്സ് ഏതാണോ അത് തമ്മിൽ ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക, മുകളിൽ എഴുതുക. താഴെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്ത് താഴെ എഴുതുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 3/4 ആണ് ക്വസ്റ്റ്യൻ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു ന്യൂമറേറ്റർ അതുപോലെ എഴുതണ്ടേ? 1/2. ഡിനോമിനേറ്റർ 3/4 അല്ലേ? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4/3 എന്നാവും. 4/3 എന്ന് എഴുതിയിട്ട് ഇൻറ്റു ചെയ്യുക തമ്മിൽ. ഇനി ഡിവൈഡ് ചെയ്യാനില്ല, കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂമറേറ്റേഴ്സ് കറസ്പോണ്ടിങ് ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യാം. 1 × 4 4 ഡിവൈഡഡ് ബൈ 2 × 3 3. 2 × 3 എത്രയാണ്? 6. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യും? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ
2/3 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻറ്റു ചെയ്യാനുള്ളത് ഇതിനിടയ്ക്ക് തന്നെ പറഞ്ഞു. നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മളല്ലാതെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നോക്കിയേ, ന്യൂമറേറ്ററിലുള്ള ആളാണ് 12. അപ്പോൾ 12 ഞാൻ എഴുതി. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള ആളാണ് 1/2. 1/2 എങ്ങനെ എഴുതണം? 2/1 എന്ന് എഴുതിയിട്ട് തിരിച്ചെഴുതിയിട്ട് തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 12നെ 12/1 എന്ന് എഴുതാം ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ആൾക്കാർ ഇവിടെ 12ഉം 2ഉം ആണ് അല്ലേ. +1 എഴുതാൻ മറക്കരുത്, നമ്മൾ ലാസ്റ്റ് ആൻസറിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്റേഴ്സിലുള്ള ആൾക്കാർ 12ഉം 2 ആണ്. 12 × 2 എത്ര കിട്ടും? 24. ഡിനോമിനേറ്ററിലുള്ളത് 1 ആണ്. 1 × 1 എത്രയാണ്? 1. ഓക്കെ, ബാക്കിയുള്ള +1 എഴുതി. 24/1 24 വരും. 24ഉം 1ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 25 എന്ന് കിട്ടി. അപ്പോൾ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചു, അതിനിടയ്ക്ക് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാനൊക്കെ വന്നു. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 25 കിട്ടി, കിട്ടി 25. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. സമ്മ് കണ്ടുപിടിക്കാം. സമ്മിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. Sn = n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം = n/2. n എത്രയായിരുന്നു ഇപ്പോൾ കണ്ടുപിടിച്ചത്? 25. അപ്പോൾ 25/2 × ഫസ്റ്റ് ടേം എത്രയായിരുന്നു? ഹാഫ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് ടേം ഹാഫ് ആണ്. ലാസ്റ്റ് ടേം 12.5. അപ്പോൾ ഹാഫ് എഴുതി, പ്ലസ് ലാസ്റ്റ് ടേം 12.5 അതും എഴുതി, =25/2. നമ്മൾ ചെയ്താൽ ആൻസർ എന്ത് വരും? പോയിന്റ് ഒക്കെ വരും അല്ലേ. അപ്പം നമ്മൾ അതുപോലെ ഇട്ടിരിക്കാം. എവിടെയെങ്കിലും വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഇട്ടിരിക്കാം. ഇനി അരയുണ്ട്, ഹാഫ് ഉണ്ട്, പിന്നെ 12.5. അരയും ഉണ്ട്, 12.5 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 12.5യുടെ കൂടെ അരയും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം എത്രയാവും അത്? 13 എന്നായി. ഓക്കെ, അപ്പോൾ 25/2 × 13 എന്ന് കിട്ടി. എന്ത് ചെയ്യും? 25/2 × 13, ആദ്യം 25ഉം ഈ 13ഉം കൂടെ ഇൻറ്റു ചെയ്യാം. 25 × 13 എത്ര വരും? 15, 6, 5, 2, 1, 3. 325 എന്ന് കിട്ടി. 325/2. 325ൻ്റെ പകുതി എടുക്കണം അല്ലേ. 325ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അത് എത്ര വരും? ഒന്നുകിൽ ഇങ്ങനെ ഇട്ടിരിക്കാം. ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലേ. 1.5, 2.5 അങ്ങനെ മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനിലോട്ടാക്കാം. ഇപ്പോൾ ഫ്രാക്ഷനിലായി കഴിഞ്ഞു, മിക്സഡ് ഫ്രാക്ഷനിലാക്കാം. 325/2 മിക്സഡ് ഫ്രാക്ഷനിലാക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 325/2. അപ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര വരും? ഇവിടെ 2 വരും, ബാക്കി 12 ഉണ്ട് അല്ലേ. 12ൽ 6, 12 മൈനസ് ചെയ്ത് ബാക്കി 5, 5ൽ 2, ഇവിടെ 4 വരും, മൈനസ് ചെയ്യുമ്പോൾ 1 വരും. 162 ആൻഡ് 1/2. 162 മുകളിലുള്ള 162 അതുപോലെ എഴുതി, പിന്നുള്ള ഈ 1, പിന്നെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/2 162 കിട്ടും അല്ലേ. 160ൻ്റെ ഇരട്ടി എത്ര വരും? 320 വരും. പിന്നെ 2ൻ്റെ ഇരട്ടി 4 വരും, 324 ആവും. അരയും കൂട്ടുമ്പോഴത്തേനും 1 കിട്ടും. 324 1 325 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 3rd ക്വസ്റ്റ്യൻ വരെ ചെയ്തു. 4th ക്വസ്റ്റ്യൻ ചെയ്യാം. 4th ക്വസ്റ്റ്യൻ വീണ്ടും ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ കണ്ട് പേടിക്കരുത്, ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ജസ്റ്റ് കുറച്ച് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിച്ചാൽ ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യനാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ പഠിച്ച കാര്യങ്ങൾ ഇതാണ്. ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു, പിന്നെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കാൻ പഠിച്ചു. നോർമൽ ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ നമ്മളതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കാനായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ 4th ക്വസ്റ്റ്യൻ ചെയ്യാണ്. 4th ക്വസ്റ്റ്യൻ ഇതാണ്. 1/101 പ്ലസ് 3/101 അല്ലേ, എക്സെട്ര അപ് ടു 201/101. ഓക്കെ, 1/101, 3/101 എക്സെട്ര അപ് ടു 201/101. ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഫ്രാക്ഷൻ ഇൻറ്റു ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ, ചിലപ്പോൾ ആഡ് ചെയ്യാൻ എല്ലാം വരും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ
ഫസ്റ്റ് ടേം എടുത്ത് എഴുതാം. ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എത്രയാണ്? ഗിവൻ ആണ് 1/101. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി എത്രയാണ്? ഡി 3/101 1/101 മൈനസ് ചെയ്യാം. അങ്ങനെയല്ലേ ചെയ്യുന്നത്? 3/101 മൈനസ് 1/101. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണല്ലോ കുറയ്ക്കാൻ. അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറയ്ക്കണം. 3 - 1 3 - 1 എത്രയാണ്? 2 2/101 ഇട്ടിരുന്നാൽ മതി. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? n കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് n കണ്ടുപിടിക്കണം. n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ഇതല്ലേ ഇക്വേഷൻ? ലാസ്റ്റ് ടേം എത്രയാണ്? 201/101. നമ്മൾ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട. ചെയ്ത് വരുമ്പോഴത്തേന് വലിയ നമ്പേഴ്സ് ഉണ്ട്, പേടിക്കുകയും വേണ്ട. 201/101 അതാണ് ലാസ്റ്റ് ടേം. മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 1/101 അതും കൊടുത്തു. ഇനി നമുക്ക് എന്തെഴുതണം? ഡിവൈഡഡ് ബൈ ഡി എത്രയാണോ അത് എഴുതണം. ഡി എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2/101 അല്ലേ? പ്ലസ് ബാക്കിയുള്ള ഇക്വേഷനിലുള്ള ഈ 1. ഓക്കെ, ഇത് എന്താണ്? ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ഇത്രയും നമ്പേഴ്സൊക്കെ കിടക്കുമ്പോൾ പേടിക്കരുത്. 201/101 എന്ന് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ടേം ആണ് അല്ലേ? ലാസ്റ്റ് ടേം. ഇനി 1/101 എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ്? നമ്മുടെ ഇത് ലാസ്റ്റ് ടേം ആണ്, ഇത് ഫസ്റ്റ് ടേം ആണ്. ബൈ ഡി പ്ലസ് 1. ഇതല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളൂ, വേറെ പാടൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ ഏതാണോ അത് എത്രയാണോ വാല്യൂ അത് കറക്റ്റ് അതുപോലെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഈക്വൽ ടു 201/101 മൈനസ് 1/101. ഫ്രാക്ഷൻ കുറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഒന്ന് നോക്കിയേ, സെയിം അല്ലേ? 101 അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 101. ന്യൂമറേറ്റർ 201 1 കുറയ്ക്കണം. ന്യൂമറേറ്റർ കുറയ്ക്കാനെടുത്ത് എഴുതി. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയുള്ള ഈ 2/101 അതുപോലെ എഴുതി, വേറെ മാറ്റമൊന്നുമില്ല. ബാക്കിയുള്ള പ്ലസ് 1 അതുപോലെ എഴുതി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി പറഞ്ഞേ, അടുത്ത സ്റ്റെപ്പിൽ 201 - 1 എത്ര കിട്ടും? 200 ബൈ ഈ ഉള്ള 101 ഹോൾ ഡിവൈഡഡ് ബൈ, വലിയ ഡിവൈഡഡ് ബൈ ആണ് എഴുതിയത്. ഓക്കെ, ഇനി 2/101 മാറ്റമൊന്നുമില്ല, അതുപോലെ എഴുതി. ഇപ്പം നമ്പേഴ്സ് ചെറുതായി വരുന്നുണ്ട്, ഇക്വേഷൻ ചെറുതാവുന്നുണ്ട്. ഇവിടെ തന്നെ ചെയ്യാം. 200/101 2/101 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫ്രാക്ഷൻ വീണ്ടും കുറയ്ക്കാനല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിന് ഒരു മാറ്റവും ഇല്ല, അതുപോലെ എഴുതുന്നു. ന്യൂമറേറ്റർ ഇതാണ് 200/101. എന്ത് ചെയ്യണം? എന്നിട്ട് ന്യൂമറേറ്ററിന് അതുപോലെ എഴുതിയിട്ട് ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ എടുത്ത് എഴുതും. ഡിനോമിനേറ്റർ 2/101 ആണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ എഴുതും? 101/2 എന്ന് എഴുതും അല്ലേ? എന്നിട്ട് ബാക്കിയുള്ള ഈ പ്ലസ് 1 എഴുതാം. പ്ലസ് 1 ഇട്ട് പോകണം. ഈക്വൽ ടു, നിങ്ങളൊന്ന് നോക്കിയേ. ഇപ്പം നമുക്ക് കാണുമ്പോഴത്തേന് ഇത് ഇത്രയും ഇൻറ്റു ചെയ്യണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒന്നുമില്ല, ഈ 101 ഈ 101 ക്യാൻസൽ ചെയ്ത് പോയി. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാൻ വന്നാൽ അതങ്ങ് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാം. അത് പോയി. ബാക്കി ആരുണ്ട്? 200/2 അല്ലേ? പ്ലസ് 1. 200/2 എത്രയാണ്? 100 അല്ലേ? 100 പ്ലസ് 1 100 പ്ലസ് 1 101. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? n കണ്ടുപിടിച്ചു. എന്നിൽ വലിയ വലിയ നമ്പേഴ്സൊക്കെ ആയി വന്നു. ഇക്വേഷൻ നമ്മൾ കറക്റ്റ് നോക്കിപ്പോയി. അപ്പോൾ നമ്പറെല്ലാം ചെറുതായി ക്യാൻസൽ ചെയ്ത് പോയി. എവിടെയെങ്കിലും നമ്മൾ ഇൻറ്റു ചെയ്തോ? ഇല്ല, 101 കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കിട്ടി. 101 ടേംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, 101 ടേംസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ ചെയ്യാം. പോട്ടെ. അപ്പോൾ n കിട്ടി 101. ഇനി നമ്മൾ എന്ത് ചെയ്യും? SNൻ്റെ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യും. SN is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു n/2, ദാറ്റ് ഈസ് 101/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയായിരുന്നു? ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 1/101. ലാസ്റ്റ് ടേം എത്രയാണ്? 201/101. അപ്പോൾ 1/101 പ്ലസ് 201/101 അല്ലേ? ഇനി എന്ത് ചെയ്യും? ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള 101/2 നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കാര്യം നമുക്ക് പോയിന്റ് വരും. അപ്പോൾ നമ്മൾ 101/2 തന്നെ എഴുതുന്നു. ന്യൂമറേറ്റർ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാരെ ചെയ്യാം. എന്താണ്? ഫ്രാക്ഷൻ കൂട്ടാനാണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ നോക്കിയപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 101 അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടാം. ആരൊക്കെയാണ് 1 + 201. ഓക്കെ, ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാരെ ചെയ്തു. 101/2 വീണ്ടും സെയിം അതുപോലെ എഴുതി. 1ഉം 201 കൂട്ടിയാൽ എത്ര കിട്ടും? 202 എന്ന് കിട്ടി. 202/101. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നൊന്നുമില്ല. 202/101 ബ്രാക്കറ്റിനകത്തുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞു. വീണ്ടും 101 ക്യാൻസൽ ചെയ്യാൻ വന്നു. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ സെയിം നമ്പർ വന്നു, ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 202/2. നമ്മളത് ചെയ്യണോ? 202ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 101 അല്ലേ? നമുക്കറിയില്ലേ? അപ്പോൾ സമ്മ് കിട്ടി. സമ്മ് നോക്കിയാൽ എന്നെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് സമ്മ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ 101 കിട്ടി സമ്മ്. ഓക്കെ ആണല്ലോ? താങ്ക് യു.